ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടത്തോരൻ ഉണ്ടാക്കിയാലോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ മുട്ടത്തോരൻ എന്ന് പറയുമ്പോൾ മുട്ട മാത്രമല്ല കേട്ടോ, നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു മുട്ടത്തോരനാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ പാലക് മുട്ടത്തോരൻ. അപ്പോൾ നിങ്ങൾ സാധാരണ ചീര മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചീര മുട്ടത്തോരൻ ഉണ്ടാക്കാറുള്ളതെന്നുണ്ടെങ്കിൽ പാലക്ക് കിട്ടുമ്പോൾ പാലക്ക് ഉപയോഗിച്ചും നല്ല ഫ്രഷ് ആയിട്ടുള്ള പാലക്ക് കിട്ടുമ്പോൾ ആ പാലക്ക് ഉപയോഗിച്ചിട്ട് എന്തായാലും ഈ ഒരു പാലക് മുട്ടത്തോരൻ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുമല്ലോ. നമുക്ക് നമ്മുടെ പാലക് മുട്ടത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു കെട്ട് പാലക്ക് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല ഇലകൾ നോക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പാലക്കിൻ്റെ തണ്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ സവോളയല്ല ഉള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു കെട്ട് പാലക്കിന് 3 മുട്ട മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ മുട്ടയും പാലക്കും കൂടി ചേരുമ്പോൾ തേങ്ങ ഒരുപാട് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാലക്ക് കനം കുറച്ച് മുറിച്ചെടുക്കാം. അധികം വലിയ ഇലകളായിട്ട് മുറിച്ചെടുക്കരുത്, ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പാലക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ മുട്ട ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ബീറ്റ് ചെയ്ത് വെക്കണം. ഇത്രയും ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതിൽ അരപ്പിൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് എല്ലാവർക്കും റെഡിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പാലക്ക് കട്ട് ചെയ്തിട്ട് അതിനുശേഷം ഉള്ളി കട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പാലക്ക് ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ നല്ലത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളി നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ 3 മുട്ടയും ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുക. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഉപ്പ് വരുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ വേഗം കാര്യങ്ങൾ നീക്കാനാണ് ഇതുപോലെ എല്ലാം റെഡിയാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതും കൂടി റെഡിയാക്കി വെച്ചിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ മാക്സിമം കേട്ടോ, 1.5 ടീസ്പൂൺ ഒഴിച്ചാലും മതി. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക, ഒരുപാട് അങ്ങോട്ട് വഴറ്റണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് നമുക്കിനി എടുത്തു വെച്ചിരുന്ന 3 വറ്റൽമുളക്, ആ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില. ഇനി ഇത് 3ഉം ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ പാലക്കിന് ഉപ്പ് കൂടി പോരുത്. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട ബീറ്റ് ചെയ്തതാണ്. ഞാനപ്പോൾ ഉള്ളിയിലേക്കൊന്നും ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ മുട്ട ചേർത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മുട്ട ചേർത്തത് എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ പീസുകൾ വലുതായിട്ട് കിട്ടണം, അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുട്ട ചേർക്കുന്നത്. നിങ്ങൾക്ക് മുട്ട വേറെ പാനിൽ സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതിന് ശേഷം പാലക് തോരൻ ഉണ്ടാക്കിയിട്ട് സ്ക്രാമ്പിൾ ചെയ്ത മുട്ട ചേർക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഒറ്റ പാനിൽ ചെയ്യാനാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ മുട്ട ഒന്ന് നമുക്ക് വലിയ പീസുകളായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ മുട്ട ഓവർ കുക്കായി പോകരുത് കേട്ടോ, സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ട ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ ഒരു 1/2 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇളക്കി കൊടുക്കാം മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലല്ല പാലക് മുട്ടത്തോരൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ ഈസിയാണ്. 2-3 പാത്രങ്ങളൊന്നും കഴുകണ്ട, ഒറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ മുട്ടയൊന്ന് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാലക്ക് ചേർത്ത് കൊടുക്കാം. പാലക്ക് ചേർക്കുമ്പോൾ കുറേ ഉണ്ടാവും, പക്ഷേ കുക്കായി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് നമുക്കൊരു ലിഡ് വെച്ചിതൊന്ന് അടച്ചു വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ആവി കയറി വരണം. അപ്പോൾ മുട്ട അടിഭാഗത്തുണ്ട്, മുട്ട കുക്കാവും. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാലക്ക് കുക്കായി കഴിഞ്ഞിട്ട് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പാലക്കിലേക്കൊന്ന് ആവി കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മുട്ടയൊന്നും ഓവർ കുക്കായിട്ടുമില്ല. ഇനി നമുക്കിതിലേക്ക് ആദ്യം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മുട്ടയൊക്കെ ഇതുണ്ടോ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ മുട്ട മാറ്റി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്.
1/4 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കുറച്ച് കളർ കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ എരിവിനായിട്ട് നമ്മൾ ഇതിലേക്ക് വേറെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകോ ജീരകമൊക്കെ അരച്ചിട്ട് നമ്മുടെ തോരൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഈ പൊടികളൊന്ന് കുക്കായി വരണം. ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കിൽ നിന്ന് വെള്ളം വരുന്നത് കൊണ്ട് തന്നെ ആ പൊടികൾ കരിഞ്ഞു പോവില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മതി നിങ്ങളുടെ പാലക് തോരൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ഒഴിവാക്കിയിട്ട് ഈ ഒരു മുട്ട മാത്രം ചേർത്തിട്ട് പാലക് തോരൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനും കൂടി പറയാം. പാലക്കും ഈ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് ഇതുപോലെ വഴറ്റിയിട്ട് പിന്നെ ഈ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നടുഭാഗത്ത് മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് നമുക്ക് മുട്ട കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാലക്കിലേക്ക് മുട്ട നന്നായിട്ട് മിക്സ് ആയിട്ട് വല്ലാതെ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതാകുമ്പോൾ മുട്ട വല്ലാതെ പാലക്കിലേക്ക് മിക്സായി കുഴഞ്ഞു പോവില്ല. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി തുടങ്ങിക്കോളും. ഇത് കണ്ടോ, പാലക്കിൻ്റെ അളവൊക്കെ വല്ലാതെ കുറഞ്ഞു. മുട്ടയാണ് കൂടുതലായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് നമ്മുടെ ആവശ്യത്തിനേ ഉള്ളൂ. കണ്ടോ, കറക്റ്റ് അളവാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളൊക്കെ വിചാരിക്കും ഇത്രയും പാലക്കിന് 2 ടേബിൾ സ്പൂൺ മതിയോ തേങ്ങ എന്നുള്ളത്. പക്ഷേ കറക്റ്റ് അളവാണ്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. വീണ്ടും നമുക്കൊന്ന് 1 മിനിറ്റും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ പാലക് തോരൻ്റെ പരിപാടി. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കട്ടെ. 1 മിനിറ്റ് അടച്ചു വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ചീരയും മുട്ടയും പൊടികളും തേങ്ങയും എല്ലാം ചേർത്ത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഞാനിപ്പോൾ ഈ രീതിയിലാണ് എടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മുട്ടയും കൂടി ചേർത്ത് കഴിച്ചിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി മുട്ട പാലക് തോരൻ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് വളരെ ഈസി അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.